തലപ്പിച്ചത് പ്രകൃതിയുടെ അവിചാരിതമായ പരീക്ഷണങ്ങളിലാണ്. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയിൽ ഒന്നല്ല പല തവണ വിറങ്ങലിച്ചിട്ടുണ്ട് വയനാടിന്റെ മണ്ണ്. ആ രാത്രിയുടെ ഞെട്ടൽ ഒരായുഷ്കാലം അത്രയും നമ്മെ വേട്ടയാടിയതാണ്. പ്രകൃതി ഒരുക്കിയ ജനയുദ്ധത്തിൽ ഒരിക്കൽ കൂടി നാം പരാജയപ്പെട്ടത്. അതിദയനീയമായ പരാജയം. മരങ്ങളും പാറക്കെട്ടുകളും കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാടും അപ്പാടില്ല. മണ്ണും മരവും പ്രയോഗിച്ച് നടന്ന പദ്ധതി ഞങ്ങളാണ് ആ ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയത്. ആ ഗ്രാമങ്ങളിലെ ജീവജാലങ്ങളെല്ലാം കൊന്നൊടുക്കി. ഈ തീരാവേദന നിങ്ങൾക്കുള്ളതിനെക്കാട്ടി കൂടുതലുള്ളത് ഞങ്ങൾക്കാണ്. കാരണം ഞങ്ങൾക്കൊരു കഥയുണ്ട്. പ്രകൃതിയും മനുഷ്യരും ഒത്തിണങ്ങി ചേർന്ന ഒരു കഥ, ചൂടൽ മരങ്ങളുടെ കഥ. സ്വസ്ഥമായ സ്വച്ഛമായ തേയിലക്കടൽ സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ വരെ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ അതിമനോഹരമായിരുന്നു സ്വർഗതുല്യമായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ മലനിരകളും കുന്നിച്ചിരികളും തേയിലത്തോട്ടങ്ങളും മുണ്ടക്കയും ചൂരൽ മലയും പിന്നെ കുറേയേറെ നല്ല മനുഷ്യർ. വയനാട്ടിലെ മൂന്നാറായിരുന്നു. മുടിയാട്ടും കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, ഒടിമണ്ണും മഴയും കണ്ടേ, ഞാനെന്ന ഭാവം മാറ്റി. മുടിയാട്ടും കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, ഒടിമണ്ണും മഴയും കണ്ടേ, ഞാൻ ഭാവം അടിവാറും ചെറിയൊരു പട്ടണമാണിത്. നിറയെ കടകളുണ്ട്, വീടുകളുണ്ട്, 1000-ലേറെ പേർ ജീവിതം പുലർത്തുന്നുണ്ട്. ഈ നാടിന്റെ ജീവനാടിയാണ് ഈ സ്കൂൾ. വെള്ളാമ്പല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു 100 പേര് സ്ഥിരമായി വിളയിച്ചുകൊണ്ടിരുന്ന സ്കൂൾ. ഇവിടുത്തെ ഉത്സവം ഈ മലയോര മേഖലയുടെ തന്നെ ഉത്സവമാണ്. മുണ്ടക്കൈക്കാരും പുത്തുമലക്കാരും അട്ടമലയിലുള്ളവരും തുഞ്ചിരിവട്ടത്തുള്ളവരുമെല്ലാം നാടിന്റെ ഉത്സവത്തിലായിരുന്നു. മുസ്ലിം, ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ ഒരു വേർതിരിവുമില്ലാത്ത ജൂലൈ 2-ാം തീയതി വയനാട്ടിൽ മഴ ചാറി നിൽക്കുകയാണ്. മഴ പേമാരിയായി പുല്ലപ്പുഴ കലകളിൽ ഒഴുകുന്നു. ആകെപ്പാടെ ഒരു അമർത്തമേ.
ശബ്ദം കേട്ടാണ് ആദ്യം എല്ലാവരും വന്നത്. വെള്ളരിമലയിലെ വെള്ളൂരിപ്പാറയുടെ ഒരു ഭാഗം അതാണ്. മലവെള്ളവും മരങ്ങളും പാറക്കെട്ടുകളും കുതിച്ചൊഴുകിയെത്തിയപ്പോൾ ഒരു നാട് അപ്പാടെ ഇല്ലാതായി. പുഞ്ചിരിമട്ടം സങ്കടനിരപ്പായി. എത്ര പേർ ഇവിടെ മണ്ണിൽ അമർന്നു പോയെന്ന് ആർക്കും ഒരു കുറ്റവുമില്ല. മുണ്ടക്കൈ LPSഉം വെള്ളാർമല സ്കൂളും അസ്ഥിപഞ്ജരം മാത്രമായി. ചൂരൽമലയിലും വെള്ളാർമല സ്കൂൾ പരിസരത്തു നിന്നും മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുത്തു. 3.5 മണിക്കൂറിൽ 3 ഗ്രാമങ്ങൾ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഈ വലിയ ദുരന്തം വ്യക്തിവെച്ച തെറ്റ് പ്രകൃതിയായ ഞങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടേതും കൂടിയാണ്. ഓർക്കുക, ചിന്തിക്കുക. സ്വർണം തേടി ബ്രിട്ടീഷുകാരാണ് വെള്ളരിമലയുടെ താഴ്വരയിലേക്ക് ആദ്യം എത്തുന്നത്. അല്പമൊക്കെ സ്വർണം ആദ്യം ലഭിച്ചു. പക്ഷേ എങ്കിലും വരുമാനത്തെക്കാൾ ചെലവ് കൂടിയതോടെ വെള്ളക്കാർ ഖനനം അവസാനിച്ചു. മരം വെട്ടിത്തെളിച്ച് തേയിലയും ഏലവും നടത്തി. 1940-കളിൽ തിരുവിതാംകൂറിൽ നിന്ന് തിരുവനന്തപുരം ഉള്ളതെല്ലാം വിറ്റുകൊടുത്ത് കപ്പയും കാച്ചിലും നടാനായി മലബാറിലേക്ക് മല കയറിയ ഒരു വിഭാഗം വെള്ളാർമലയുടെ താഴ്വാരത്തിൽ കൃഷി വ്യാപിച്ചു. റോഡ് കാട് നാടായി.